ആമുഖമായി ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മറുപടി വളരെ വ്യക്തവും സ്ഫുടവും ആയി തന്നെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. വേണ്ടിവരും. നിനക്ക് സമാധാനം വേണ്ടേ? എടാ, സമാധാനം നീ തന്നെ നിന്റെ സമാധാനം കളയുക. കാര്യം എന്താ? നിന്റെ അല്പത്തരം, നിന്റെ അല്പചിന്തകൾ, നിന്റെ പൊട്ടത്തരങ്ങള്, വളവളാന്നുള്ള സംസാരം, അത് തന്നെയല്ലേ നിന്റെ ഈ ദോഷം. അതുകൊണ്ട് നീ പറഞ്ഞല്ലേ പറ്റുള്ളൂ. 2 ദിവസം മുൻപ് വരെ കേരളത്തിൽ BJP ഹാൻഡിലുകളും സംഘപരിവാർ ഹാൻഡിലുകളും ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള, പ്രചരിപ്പിച്ചിട്ടുള്ള എഴുത്തുകൾ എൻ്റേതായിരുന്നുവെന്ന് എനിക്ക് അഭിമാനത്തോടെ നിങ്ങളടുത്ത് പറയാം. നടക്കുന്നു അഭിമാന പുരസ്സരം. അവന്റെ എഴുത്തുകൾ അവൻ പങ്കുവെച്ചതിൽ സന്തോഷം കൊള്ളുന്നു എന്നാണ് ഇവൻ പറയുന്നത്. എടാ കോട്ടാത്തല്ലേ, പിന്നെ എന്തിനാടാ നീ മിനിറ്റുകൾക്കത് പിൻവലിച്ചത്? നിനക്ക് അത്രയ്ക്ക് അഭിമാനം അങ്ങ് മുറ്റി നിൽക്കുകയാണെങ്കിൽ നിനക്കത് പിൻവലിക്കേണ്ട വല്ലോ കാര്യമുണ്ടോ? എന്നതാണ് നീ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്ന കോട്ടാത്തല്ലേ? നിനക്ക് അഹങ്കാരത്തിന്റെ അങ്ങേയറ്റം, നീ ഒരു അഹങ്കാര രോഗിയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് സങ്കടത്തോടു കൂടി ജനങ്ങൾ മനസ്സിലാക്കുകയാണ്, അല്ലെ? ഞാൻ BJPക്ക് വേണ്ടി എഴുതിയതല്ല, എന്റെ രാജ്യത്തിന് വേണ്ടി എഴുതിയ സ്റ്റേറ്റ്മെന്റുകളായിരുന്നു. ഒരു പ്രാവശ്യം ഞാൻ BJPക്ക് വേണ്ടി എഴുതിയതല്ല, എന്റെ രാജ്യത്തിന് വേണ്ടി എഴുതിയ സ്റ്റേറ്റ്മെന്റുകളായിരുന്നു. അവൻ BJPക്ക് വേണ്ടി എഴുതിയതല്ല, അവന്റെ രാജ്യത്തിന് വേണ്ടി എഴുതിയതാണ്. അതുകൊണ്ടാണ് 124A രാജ്യദ്രോഹ കുറ്റത്തിന് FIR ഇട്ടിരിക്കുന്നത്, കേസ് എടുത്തിരിക്കുന്നത്. 152 BNS രാജ്യദ്രോഹ കുറ്റം കേസ് എടുത്തിരിക്കുന്നത്. എടാ കോട്ടാത്തലെ, നീ ഈ പറഞ്ഞ വാക്കുകള്, അല്ലെങ്കിൽ നീ ഇട്ടിരിക്കുന്ന ആ വീഡിയോയുടെ താഴെ പോയി ആ കമന്റ് മൊത്തം ഒന്ന് വായിക്കണം. വായിച്ചിട്ട് നിനക്ക് മനസ്സിലാകും നിന്റെ ചിന്താഗതിയാണോ ജനങ്ങളുടെ ചിന്താഗതി എന്ന്. എടാ, നീ രാജ്യത്തിന് വേണ്ടി എന്ത് പറയണമെന്നും എന്തൊക്കെ പറയണ്ടെന്നും അതൊക്കെ സാധാരണപ്പെട്ട വിവരമുള്ളവന് മനസ്സിലാകും. നിനക്ക് അത്രയും പോലും വിവരമില്ല. സാധാരണ നീ നിന്റെ ചർച്ചകളും നിന്റെ വായ്ത്താളും കുടുംബശ്രീ ലെവലിലാണ്, നിന്റെ ആ ഒരു ലെവൽ ഓഫ് ക്വാളിറ്റിയാണ് പുലർന്നു വന്നത്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ട് നിന്നെ ബിഗ് ബോസിൽ സെലക്ട് ചെയ്തു. നീ ഇന്ന് ഈ കാരന്മേ വന്നിരുന്ന് കൊണകൊണയടിക്കുന്നു, അല്ലെ? നീ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നാഷണൽ മാറ്റേഴ്സ് ഒക്കെ വന്ന് ഈ വിളമ്പി പൊട്ടത്തര അടിക്കുമ്പോഴത്തേക്കിന് നിനക്കൊരു മര്യാദ വേണ്ടേ രാവിലെ? അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഇത് ഒരുത്തനെയും ബോധിപ്പിക്കാനല്ല. കണ്ടോ, ഒരുത്തനെയും ബോധിപ്പിക്കാനല്ലെന്ന് ഇവൻ വന്ന് കൊണയടിക്കുന്നു. എന്നിട്ട് ഇവൻ ഈ കൊണയടിക്കുന്നത് എന്തിനാ? അങ്ങനെയാണെങ്കിൽ നീ വല്ലോ ടോയ്ലറ്റിലോ ബാത്റൂമിനകത്ത് കയറി ഇരുന്നങ്ങ് പറഞ്ഞാൽ പോരെ? നീ ഈ യൂട്യൂബ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയേണ്ട വല്ലോ കാര്യമുണ്ടോ? നിനക്ക് ആരെയും ബോധിപ്പിക്കണ്ടെങ്കിൽ നീ രാവിലെ കാര്യം സാധിക്കുമ്പോഴത്തേക്കിന് അതിനോട് ഉപരിയായിട്ടൊക്കെ പറഞ്ഞാൽ പോരെ? ആൾക്കാരോട് വന്ന് പറഞ്ഞിങ്ങനെ നാണം കിടേണ്ട കാര്യമുണ്ടോ? ഇനിയിപ്പോ നാളെ ഈ പോസ്റ്റ് നീ മുക്കും. അതാണ് നിന്റെ സ്വഭാവം. എടാ, നിനക്ക് ബോധിപ്പിക്കാനുണ്ട്. കാര്യം എന്താ? നീ അസ്വസ്ഥനാണ്, നീ ഭയങ്കര ഒരു ടെൻഷനിൽ കൂടെ പോവാണ്. എന്താ കാര്യം? നിന്റെ അഹങ്കാരവും നിന്റെ പൊട്ടത്തരവും ഇത് തന്നെയല്ലേ നിന്നെ ഈ അശാന്തിയിലേക്ക് നയിക്കുന്നത്. പരാതി കൊടുക്കുകയോ കേസ് എടുക്കുകയോ പോലീസ് പിടിച്ചകത്തിടുകയോ ഇതൊന്നും എന്നെ സംബന്ധിച്ച് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. നടക്കുന്നത് അവന് പോലീസ് പിടിച്ചാലും പരാതി കൊടുത്താലും ഒരു പ്രശ്നവുമില്ലെന്നാണ് അവന്റെ അഭിപ്രായം. മിനിറ്റുകൾക്കകം നീ എന്തിനാടാ പോസ്റ്റ് മുക്കിയത്? നിനക്ക് പേടിച്ചിട്ടല്ലേടാ നീ ആ പോസ്റ്റ് മുക്കിയത്? എടാ, ഇത് സാമാന്യ ജനത്തിന് അറിയാം. നീ ഇന്നലെ അല്ല ഈ പോസ്റ്റ് മുക്കുന്നതും ക്ഷമ പറയുന്നതും തുടരെ വന്ന് കാല് മാറുന്നതും. നീ പൈസയ്ക്ക് വേണ്ടി ഏതറ്റം വരെ എന്ത് നെറുകേടി ചെയ്യുമെന്നുള്ള എല്ലാ മനുഷ്യരും കൊച്ചു പിള്ളക്ക് വരെ അറിയാം. എന്നിട്ട് നീ ഇവിടെ വന്ന് ഈ കൊണകണ അടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ഏത് ഉമ്മാക്കിയെയും പേടിച്ചിട്ട് കാര്യമുള്ളൂ. കണ്ട, എടാ, നിനക്ക് തന്നെ ബോധ്യമുണ്ട് നീ തെറ്റാ ചെയ്തെന്ന്. അതുകൊണ്ടല്ലേ നീ ആ പോസ്റ്റ് മാറ്റിയത്. നീ ആദ്യം മനസ്സിലാക്ക് നീ പറയുന്ന വാക്ക് എന്താണ്. നീ ചുമ്മാ വന്ന് നിന്റെ ഒരു അഹങ്കാരത്തിന്റെ ഭ്രമം, മതിഭ്രമത്തില് നീ നാക്കിട്ട് ലക്കളക്കളക്കളക്ക അടിച്ചിട്ട് വല്ലോ കാര്യമുണ്ടോ? പിന്നെ നീ എന്താ, നീ അങ്ങ് ഇരുത്തപ്പെടുകയാണ്. നിന്റെ ആ മാർക്കറ്റ് വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുക. അതല്ലേ ചെയ്യുന്നത്. അവനവന്റെ അസ്തിത്വവും വ്യക്തിത്വവും ആത്മാഭിമാനവും ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് ഇതുവരെയും ജീവിച്ചതെങ്കിൽ. അസ്തിത്വവും ആത്മാഭിമാനവും ഒന്നും കേൾക്കട്ടെ, കേൾക്കാൻ രസമുണ്ട്. അവനവന്റെ അസ്തിത്വവും വ്യക്തിത്വവും ആത്മാഭിമാനവും ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് ഇതുവരെയും ജീവിച്ചതെങ്കിൽ. ഇടാ, എന്താണ് അസ്തിത്വം, വ്യക്തിത്വം, ആത്മാഭിമാനം? ഇതൊന്നും നിനക്ക് ലെവലേശമില്ലെന്ന് കുഞ്ഞു പിള്ളേർക്കറിയാം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അസ്തിത്വവും വ്യക്തിത്വവും ആത്മാഭിമാനവും ഉള്ള ഒരുത്തൻ പറയുന്ന വാക്കിൽ വിശ്വസിച്ച് ഉറച്ചു നിൽക്കുന്ന ഒരുത്തനാണ്.
ഇത് പൈസയ്ക്ക് വേണ്ടി പല പല സ്റ്റാൻഡ് എടുക്കുക, പല പല സ്വഭാവങ്ങളിലേക്ക് പോവുക, പല പല മണ്ടത്തരങ്ങളിൽ ചാടുക. എടാ നീ ഈ പ്ലാറ്റ്ഫോമിൽ വന്ന്, അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നീ പറഞ്ഞല്ലോ ബിഗ് ബോസ് ഇപ്പോൾ ഇത് ഏറ്റവും വലിയ നിന്റെ വൃത്തികേട്ടിലൊന്നാ, പോകത്തില്ല. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് നിന്റെ വ്യക്തിത്വം തന്നെ മാറിപ്പോയോ, നിന്റെ അസ്തിത്വം എന്താ മാറിപ്പോയോ? അതൊക്കെ ഭയങ്കര നിർഭാഗ്യമാണ്. എന്നിട്ട് നീ വലിയ ഭീകര ഡയലോഗ് അടിക്കും. നിനക്ക് അസ്തിത്വമുണ്ട്, നിനക്ക് വ്യക്തിത്വമുണ്ട്, ആത്മാഭിമാനമുണ്ട്. എടാ നിനക്ക് ആത്മാഭിമാനത്തിന്റെയും അസ്തിത്വത്തിന്റെയും വ്യക്തിത്വത്തിന്റെയും ഒരു തരിയെങ്കിലും ഉണ്ടെങ്കിൽ നീ പറയുന്ന വാക്ക് മാറ്റി പറയുക, ഡിലീറ്റ് ചെയ്യുക, എന്നിട്ട് അതിനെ ന്യായീകരിക്കുക. എടാ ഇതൊന്നും മനുഷ്യരാശിയിൽ ഈ കോട്ടാത്തര അഖിലല്ലാതെ വേറെ ആരും ചെയ്യത്തില്ല. എന്നിട്ട് നീ ഒന്ന് കീറുവാണ് അടിക്കുമ്പോ നിനക്ക് എന്നതേലും ഒരു ഉളുപ്പുണ്ടോന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇന്നലെ വരെയും ഒരുത്തന്റെയും പിന്തുണയുടെ അടിസ്ഥാനത്തിലല്ല മുന്നോട്ട് സഞ്ചരിച്ചത്. ബെസ്റ്റ് എടാ അഖിൽ കോട്ടാത്തലെ അഖിൽമാരാറായിട്ട് അവരോഹണം ചെയ്തത് ജനങ്ങളുടെ പിന്തുണ കൊണ്ട് മാത്രമാണ്. നീ ഇത് ആദ്യം മനസ്സിലാക്കണം. നിന്റെ കഴിവ്, അഭിനയ നൈപുണ്യമോ കലാരചനയോ എഴുത്തോ ഒന്നുമല്ല. നിന്റെ ഈ കുടുംബശ്രീ വകുപ്പിലുള്ള കൊണകൊണ അടിക്ക് കേൾക്കാൻ രസമുള്ള ചില ആൾക്കാരുകൾ നിനക്ക് വോട്ട് ചെയ്തു. അഖിൽ കോട്ടാത്തല അഖിൽമാരാറായി, ബിഗ് ബോസിന്റെ വിന്നറായി. അതിന്റെ അടിസ്ഥാനത്തിൽ നീ ഈ കാർമേ വന്നിരുന്ന് കൊണയടിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാം. ആർക്കും എന്നോട് വിഷയാധിഷ്ഠിതമായി എന്ത് കാര്യങ്ങളും സംസാരിക്കാം, ഒരു പ്രശ്നവുമില്ല. ആർക്കും എന്നോട് വിഷയാധിഷ്ഠിതമായി എന്തും സംസാരിക്കാം. നീ സർവ്വവിജ്ഞാന കോശമല്ലേ, ആർക്കും എന്തും ഇങ്ങനെ സംസാരിക്കാൻ. എടാ 2ാം ക്ലാസ് ബിയിൽ പഠിക്കുന്ന ടിൻറ്റുമോനോട് സംസാരിച്ചാൽ ഇതിലും ഭേദാ. അവന് നിന്നെ കഴിഞ്ഞും വിവരമുണ്ട്. എടാ നിനക്ക് വിഷയം അധിഷ്ഠിതമല്ല, വിഷയത്തെ പറ്റി തന്നെ നിനക്ക് വിവരമില്ല. പിന്നെ അധിഷ്ഠിതം പോയിട്ട് വല്ലോ കാര്യമുണ്ടോ? ഇപ്പൊ ഈ വീഡിയോ നീ ഇടുന്നു, എന്താ വിഷയം, എന്താ നീ പറയുന്നത്, എങ്ങനെ പറയണമെന്ന് തന്നെ നിനക്ക് അറിയത്തില്ല. നീ അതൊന്ന് ശ്രദ്ധിച്ച് കേട്ടു നോക്ക്. 20 മിനിറ്റുള്ള വീഡിയോയാണ്. അതിനകത്ത് കുറച്ച് കാര്യങ്ങളെ ഞാൻ എടുത്തിട്ടുള്ളൂ. നീ ശ്രദ്ധയോടെ ഒന്ന് ആ വീഡിയോ ഒന്നുകൂടി ഒന്ന് കാണുക. എന്നിട്ട് നീ പറയുന്ന എന്നതാണെന്ന് നീ തന്നെ ഒന്ന് ചിന്തിക്കടാ എന്റെ കോട്ടാത്തലെ. പിന്നെ ഈ അധിഷ്ഠിതം പോകേണ്ട വല്ലോ കാര്യമുണ്ടോ? വിഷയത്തിൽ തന്നെ നിനക്ക് ചിന്തയില്ല, അറിയത്തില്ല നിനക്ക്. വായി തോന്നുന്ന വിളിച്ചു പറയുന്നവരോട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഈ ലൈവിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. വായി തോന്നുന്നത് വിളിച്ചു പറയുക. എടാ ഈ വായി തോന്നുന്നത് വിളിച്ചു പറയുക എന്നുള്ള ഒരു ടാഗ് ഉണ്ടല്ലോ, അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? എടാ അങ്ങനെ തോന്നുന്നവർ മാത്രമാണ് അവരുടെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നത്. അയ്യോ അത് തെറ്റാണ്, ചിന്തിക്കും പിന്നീട്. അപ്പോൾ ചിന്തയില്ല. അപ്പൊ എന്താ, വായി തോന്നുന്നത് വിളിച്ചു പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ തെറ്റാന്ന് മനസ്സിലാക്കുമ്പോഴാണ് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നത്. നീ ഇന്നും ഇന്നലെ തുടങ്ങിയ സ്വഭാവമല്ല ഇത്. നീ എപ്പോ സോഷ്യൽ മീഡിയ തുടങ്ങിയിട്ടുണ്ടോ അപ്പൊ തൊട്ട് നീ പോസ്റ്റ് ഇടുക, പിൻവലിക്കുക, ന്യായീകരിക്കുക, പിന്നെയും പോസ്റ്റ് ഇടുക, പിൻവലിക്കുക, ന്യായീകരിക്കുക. ഇത് തന്നെയല്ല എന്റെ പരിപാടി. എന്നിട്ട് വിഷയാധിഷ്ഠിതം പറയും. എടാ ഉളുപ്പുണ്ടോടാ നിനക്ക്? അതിൽ ആമുഖമായി പറയുന്നത്, നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് എന്നെ രാജ്യദ്രോഹിയാക്കി മാറ്റാൻ ശ്രമിക്കുന്നത്? എടാ നീ തന്നെ പറയുന്നുണ്ട് എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ടത്. പിന്നെ രാജ്യദ്രോഹി എന്നുള്ള ടാഗ് കിട്ടിയ നിനക്ക് ഇത്ര വ്യാകുലപ്പെടേണ്ട കാര്യം എന്താണ്? ഇതെന്നെ തന്നെ നീ ഇത്ര അസ്വസ്ഥനാകുന്നത്? ഒരു പറഞ്ഞോട്ട് നീ ഇത്ര അസ്വസ്ഥനാകുന്നത് എന്തിനാ? നീ ഇത്രയും കുണ്ഠിത മുഖനാകുന്നത് എന്തിനാണ്? ഒരു പറയുന്നത് പറയട്ട്. നീ ലക്ഷങ്ങൾ മുടക്കി വക്കീലിനെ കൊണ്ടുവന്ന് നീ പറഞ്ഞത് രാജ്യദ്രോഹമല്ല, രാജ്യത്തിന് വേണ്ടിയാന്ന് രാജ്യത്തിനെ ബോധിപ്പിച്ചു കൊടുക്കുക നീ. എന്നിട്ട് നീ സംസാരിക്കും. പിന്നീട് ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ നടത്തിയ സമയത്ത് നമ്മുടെ ഭാരത സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ദൂരം മായിച്ച ഭീകരരെ ലോകത്തിനു മുന്നിൽ നിന്നും മായിച്ച ഭാരതത്തിന് അഭിവാദ്യങ്ങൾ പറഞ്ഞുകൊണ്ട്, തൊട്ടു നോക്കടാ പാകിസ്ഥാനി പട്ടികളെ പാക്കലാം. നിങ്ങൾ ഇത് ഒന്നുകൂടെ കേൾക്കണം. ഈ ഗുഹ്യകേശം പറഞ്ഞത് എന്നതാണ്. പിന്നീട് ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ നടത്തിയ സമയത്ത് നമ്മുടെ ഭാരത സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ദൂരം മായിച്ച ഭീകരരെ ലോകത്തിനു മുന്നിൽ നിന്നും മായിച്ച ഭാരതത്തിന് അഭിവാദ്യങ്ങൾ പറഞ്ഞുകൊണ്ട്, തൊട്ടു നോക്കടാ പാകിസ്ഥാനി പട്ടികളെ പാക്കലാം. ഇതായിരുന്നു എന്റെ 2ാമത്തെ റൈറ്റപ്സ് എന്ന് പറയുന്നത്. എടാ ജാരസ് കലനമേ, നീ എന്താ പറഞ്ഞത്? 26 പേരെ കൊന്ന ആ തീവ്രവാദികളെ എന്തുകൊണ്ട് ഇന്ത്യ പിടിച്ചുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് കൊന്നില്ല എന്നല്ലേ നീ പറഞ്ഞത്? ഇപ്പൊ നിന്റെ ഈ പാക്കലാം എന്താണ് നീ ഉദ്ദേശിക്കുന്നത്? എടാ സമയത്തിന് മാറ്റാതടാ.
നീ ഡിലീറ്റ് ചെയ്താലും നീ പറഞ്ഞത് എന്താന്ന് എല്ലാവർക്കും അറിയാം, വ്യക്തതയുണ്ട്. നീ പറഞ്ഞെന്നാ ഈ തീവ്രവാദികളെ ഇന്ത്യൻ സൈന്യം പിടിച്ചിട്ടില്ല, അവരെ കൊന്നിട്ടില്ല. അതിന്റെ അർത്ഥം എന്താ? സൈന്യത്തിനെ നീ ഇകഴ്ത്തി കാണിച്ചു അവിടെ. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നീ ആ പോസ്റ്റ് മുക്കിയത്. വ്യക്തമായിട്ട് ആ പോസ്റ്റ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആൾക്കാരുണ്ട്, അനവധി ആൾക്കാരുണ്ട്. അതിനകത്ത് എടാ ഗുഹ്യരോമമേ, നീ എന്താ ഈ പറഞ്ഞിരിക്കുന്നത്? 26 പേര് കൊന്ന പാകിസ്ഥാനി മിലിറ്റൻസിനെ നമ്മൾ കൊന്നിട്ടില്ല, അവരെ കൊല്ലണം. എന്തിയെ? അതൊരു ചോദ്യമായിട്ടാണ് നീ ഉന്നയിച്ചിരിക്കുന്നത്. ആ ചോദ്യത്തിന്റെ അടിസ്ഥാനം എന്താ? നമ്മുടെ സൈനികരെ ഇകഴ്ത്തി കാണിക്കുക നീ ചെയ്തത്. എന്നിട്ട് ഇപ്പൊ ഇങ്ങനെ പറയും. എടേ എന്നതാടി, ഒരു ചെറിയ ഉളുപ്പൊക്കെ വേണ്ടടാ മനുഷ്യനായ. എല്ലാ രീതിയിലും പാകിസ്ഥാൻ പോലൊരു രാജ്യത്തെ ഇന്ത്യക്ക് നിസ്സാരമായി കീഴ്പ്പെടുത്തി ലോകത്തിന് മുന്നിൽ ഒരു സൂപ്പർ പവറായി നിൽക്കാൻ കഴിയുമായിരുന്ന ഒരു സാഹചര്യത്തെ ഇപ്പൊ 2ാം ക്ലാസ്സിലെ അടിയില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും സൂപ്പർ പവർ കളിക്കുക. ഞാൻ ആദ്യം മനസ്സിലാക്ക്, എടാ ഈ യുദ്ധം എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, ഒരിക്കലും ഒരു രാജ്യത്തിന് അംഗീകരിക്കാൻ മേലാത്തതാ. ഒരു രാജ്യത്തിനെ പിടിച്ചടക്കുവോ, ഒരു രാജ്യത്തിനെ ഇല്ലാതാക്കുവോ, ഒരു രാജ്യത്തിലെ ജനങ്ങളെ കൊല്ലുവോ, ഇതൊന്നുമല്ല ഭാരതത്തിന്റെ നിലപാട്, അല്ലെ ഭാരതത്തിന്റെ സംസ്കാരം. അതെങ്കിലും നീ മനസ്സിലാക്ക്. ഞാൻ ഏറ്റവും കൂടുതൽ സംഘിവൽക്കരിക്കപ്പെട്ടതിന്റെ ഏറ്റവും പ്രധാന കാരണങ്ങളിൽ ഒന്ന്, ഇത് ശ്രദ്ധിച്ച് കേട്ടോണം, ഇത് ശ്രദ്ധിച്ച് കേട്ടോണം. അതായത് ഇവൻ പറയുന്നത് ഏറ്റവും കൂടുതൽ സംഘിവൽക്കരിക്കപ്പെട്ടത് ഇവന്റെ രാജ്യസ്നേഹം കൊണ്ടാണ്. നിങ്ങൾ ഒന്നുകൂടെ കേട്ടോണം. ഞാൻ ഏറ്റവും കൂടുതൽ സംഘിവൽക്കരിക്കപ്പെട്ടതിന്റെ ഏറ്റവും പ്രധാന കാരണങ്ങളിൽ ഒന്ന്, ഞാൻ എന്റെ രാജ്യത്തെയും എന്റെ രാജ്യത്തിന്റെ സംസ്കാരത്തെയും ഭാരത സംസ്കാരത്തെയും ഒക്കെ അനുകൂലിച്ച് സംസാരിച്ചതുകൊണ്ടും ശബരിമല പോലുള്ള വിഷയങ്ങളിൽ അതിശക്തമായ സ്റ്റാൻഡ് എടുത്ത് കേസുകളിൽ പെട്ടതുമൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ പലപ്പോഴും സംഘിയാക്കപ്പെട്ടിട്ടുള്ളത്. ഇവ പറഞ്ഞത് ഇവന്റെ മനസ്സിലിരിപ്പ്, ഇവന്റെ ചിന്തയാണ് ഇവൻ ഈ പറഞ്ഞത്. ഇവ പറഞ്ഞെന്താ? ഇവൻ അറിയാം, ഇവൻ സത്യസന്ധമായിട്ടുള്ള കാര്യം അറിയാം. സംഘികളാണ് ഇവിടെ രാജ്യസ്നേഹവും രാജ്യത്തിന്റെ ഡിഗ്നിറ്റിയും എല്ലാം ഉയർത്തിപ്പിടിക്കുന്നതാണ് ഇവൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇവൻ സത്യത്തിൽ ഇവന് അറിയാതെ പറഞ്ഞു പോയതാണ്, ആ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാണ്. കാര്യം എന്നാ? ഇവന് ആ ഒരു നൈപുണ്യം ചിന്തിച്ചെടുക്കാനുള്ള ശേഷിയില്ല. ഇവൻ ഈ ഉപബോധ മനസ്സിൽ വന്ന കാര്യം അങ്ങ് പറഞ്ഞു. പക്ഷെ ഇവൻ ചിന്തിച്ചത് അതല്ല, ഇവൻ ചിന്തിച്ച വേറെ വകുപ്പിലാണ് ചിന്തിച്ചത്. പക്ഷെങ്കില് ഈ കുടുംബശ്രീ വകുപ്പിലുള്ള ചർച്ചയിൽ മാത്രം പങ്കെടുത്തുകൊണ്ട് മാത്രമാണ് ഇവന്റെ ഈ കള്ളത്തരം വെളിയിൽ വന്നത് കേട്ടോ. ഈ പണ്ട് പറയും പിള്ള മനസ്സിൽ കള്ള ഇരിക്കത്തില്ലെന്ന്, എന്ന് പറഞ്ഞുകൂട്ടാണ് സംഭവം. ഇവന്റെ പറച്ചിൽ എന്താ? സംഘികൾക്ക് മാത്രമേ രാജ്യസ്നേഹമുള്ളൂ എന്നാണ് ഈ പറയുന്നത്. അതുകൊണ്ടാണ് ഇവൻ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തപ്പോൾ സംഘിവൽക്കരിച്ചത്, അല്ലെങ്കിൽ ഭാരതത്തിനെ സപ്പോർട്ട് ചെയ്ത് സംഘിവൽക്കരിച്ചു എന്നാണ് ഇവൻ പറയുന്നത്. ഞാൻ ബലൂചിസ്ഥാനെ അനുകൂലിച്ചു എന്നതാണ് ഞാൻ ചെയ്ത ആ ഒരേ ഒരു തെറ്റ് എന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. അറിഞ്ഞോ അറിയാതെയോ ഒളിഞ്ഞും തെളിഞ്ഞും പരസ്യമായും രഹസ്യമായും നമ്മളിൽ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാചകം എന്റെ വായിൽ നിന്ന് വന്നു. അത് രാജ്യവിരുദ്ധത എന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിച്ചാലും എനിക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാര്യം ബലൂചിസ്ഥാൻ ആർമി എല്ലാ അർത്ഥത്തിലും പിന്തുണ കൊടുത്തിട്ടുള്ളത് ഇന്ത്യ രാജ്യത്തിനാണ്. ഇവന് സത്യം പറഞ്ഞാല് ഈ ബലൂചിസ്ഥാൻ ഏതാണ്, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഏതാണെന്ന് ഇവന് വ്യക്തതയില്ല. ഇവൻ ഓർക്കുന്നത് ബലൂചിസ്ഥാൻ ഒരു രാജ്യമാണെന്നും അതിനെയാണ് ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതൊന്നുമല്ല. എടാ കോട്ടാത്തലെ, ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ വലിയൊരു പ്രൊവിൻസ് ആണ്. അവിടുത്തെ കുറച്ച് ജനങ്ങള് ഒരു മിലിറ്റന്റ് ഗ്രൂപ്പ് ഉണ്ടാക്കി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന ഒരു മിലിറ്റന്റ് ഗ്രൂപ്പാണ്, തീവ്രവാദ സംഘടനയാണ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ എന്നാണ് നീ പറയുന്നത്. അതിനെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് നീ മാത്രമാണ് പറയുന്നത്. അത് നിന്റെ ബോധ്യം കൊണ്ടാണ് എന്നാണ് നീ പറയുന്നത്. എടാ, ഇന്ത്യയിലെ ഒരു മനുഷ്യനും അങ്ങനെ ചിന്തിക്കത്തില്ല, ലോകത്തിലെ ഒരു മനുഷ്യനും ചിന്തിക്കത്തില്ല, അതിനുള്ള രേഖകളില്ല. ആദ്യം നീ പറഞ്ഞു രാജ്യത്തിന് വേണ്ടിയാണ് നീ സംസാരിച്ചത്. എടാ ഗുഹ്യരോമമേ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നീ രാജ്യത്തിന് വേണ്ടി പറയുന്നെങ്കിൽ നീ രാജ്യം പറയുന്നത് ആദ്യം വിശ്വസിക്കുക, അതല്ലേ വേണ്ടത്? നിനക്ക് പൂർണ്ണ ബോധ്യമുണ്ട് നീ ഇട്ട പോസ്റ്റ് ബലൂചിസ്ഥാനെ അപേക്ഷിച്ച് ആ ഒരു പോസ്റ്റ് തെറ്റാണെന്ന് നിനക്ക് ബോധ്യമുണ്ട്. പരസ്യമായിട്ട് ഇത്രയും രാജ്യദ്രോഹം വിളമ്പുന്നത് തെറ്റാണെന്ന് നിനക്കറിയാം. അതുകൊണ്ട് നീ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. പിന്നെയും നീ വന്ന് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം,
ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം, പ്രൈവറ്റ് അല്ല, ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന്, ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് നീ ആ ഡിലീറ്റ് ചെയ്ത ആ വീഡിയോയെ ന്യായീകരിക്കുമ്പോൾ നീ ചെയ്തത് എന്താണ്? ആ വീഡിയോ ഡിലീറ്റ് ചെയ്തില്ല എന്നതിലേക്ക്, ആ സ്റ്റാൻഡിലേക്കല്ലേ നീ വരുന്നത്? നീ വെറും സ്ഖലനത്തോൽവിയായിട്ട് വരികയാണ്. നിന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ല, നിന്നെ ചോദ്യം ചെയ്യാതെ തന്നെ വിലങ്ങണിയിക്കേണ്ട സ്വഭാവമാണ് നീ കാണിക്കുന്നത്. കാര്യം എന്താ? അഹങ്കാരത്തിന്റെ അങ്ങേയറ്റമെത്തി, ഈഗോയുടെ അങ്ങേ അന്തരം വരെ എത്തിയിട്ട് നിനക്ക് തന്നെ നിന്നെ വിശ്വാസമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടാണ് നീ ചെയ്ത തെറ്റിനെ ന്യായീകരിച്ചുകൊണ്ട് നീ ഇപ്പം വന്നിരിക്കുന്നത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ. നീ ഡിലീറ്റ് ചെയ്തത് എന്തിനാണ് എന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ നീ ഈ വീഡിയോ നീ ചെയ്യുവോ? നീ ഡിലീറ്റ് ചെയ്ത വീഡിയോയെ ന്യായീകരിക്കുന്നത് അസംബന്ധവും തന്തയില്ലായ്മയല്ലേ കോട്ടാത്തലേ ചെയ്യുന്നത്? എടാ, ഡിലീറ്റ് ചെയ്തത് എന്തിനാണ്? നീ രാജ്യദ്രോഹം പറഞ്ഞുകൊണ്ടാ. എന്താണ് രാജ്യദ്രോഹം എന്നെന്ന് നിനക്ക് ബോധ്യമുണ്ട്, ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. എന്നിട്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ട് വേറെ വീഡിയോ ഇട്ടിരിക്കുന്നു. നിന്നെ ചോദ്യം ചെയ്യാതെ അറസ്റ്റ് ചെയ്ത് തുറങ്കല്ലടിക്കാൻ വേണ്ടത്. ബലൂചിസ്ഥാൻ പാകിസ്ഥാനെ ടെററിസ്റ്റ് കൺട്രി എന്ന് വിശേഷിപ്പിക്കുന്നു. എടാ, ബലൂചിസ്ഥാൻ പാകിസ്ഥാന്റെ ഒരു പ്രൊവിൻസ് ആടാ. നീ ആദ്യം മനസ്സിലാക്ക്, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെയാണ് പാകിസ്ഥാൻ എതിർക്കുന്നത്. ഇന്ത്യൻ ജനത പാകിസ്ഥാന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്ത സമയത്ത് പാകിസ്ഥാനെതിരെ ഒരേ സമയം അറ്റാക്ക് ചെയ്ത ഒരു ഭാഗത്തിനെ ഇന്ത്യ സഹായിച്ചിരുന്നു എന്ന ഒരു കാര്യം കണ്ടോ? ഇവൻ പിന്നെയും അതിലേക്കാ വരുന്നത്. ഇവൻ പിന്നെയും പറയുന്നത് എന്നതാണ്, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഇന്ത്യ സഹായിക്കുന്നു. അപ്പം ഒന്നല്ല വീഡിയോ ചെയ്ത്, രണ്ടാമത്തെ വീഡിയോ അവന് ചെയ്ത്, ആദ്യത്തെ വീഡിയോ അവൻ ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് ഈ കഴിവറ മകൻ പിന്നെയും വീഡിയോ ചെയ്തിരിക്കുക അതിനെ ന്യായീകരിക്കാൻ. ഇവനെ സത്യം പറഞ്ഞാല് ഇവന്റെ ചെപ്പക്കുറ്റി നോക്കി അടിക്കുക ചെയ്യേണ്ടത്. ഇത്രയ്ക്കും വിവരദോഷിയായിട്ടുള്ള ഒരു പെടുവാണത്തെ ഈ കേരളത്തിന്റെ ചരിത്രത്തിലില്ല. അവൻ അതല്ല ഈ പറഞ്ഞു വെക്കുന്നത്. ആകെ എന്റെ ഭാഗത്തു നിന്ന് ഒരു പബ്ലിക്കിനിടയിൽ സംസാരിച്ചപ്പോൾ പാടില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയ ഒരേ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടോ. പിന്നെയും പറയുകയാണ്, അവന് തോന്നിയിട്ടുണ്ട്. ഇതിനിപ്പം ഇവന്റെ അപ്പനെ അപ്പാന്നും ചിറ്റപ്പാന്നും വിളിക്കുന്നത്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇന്ത്യസ്ഥാൻ വിഷയത്തിനകത്ത് എനിക്ക് തെറ്റുപറ്റിയെന്ന് ഞാൻ സ്വയം അഡ്മിറ്റ് ചെയ്യുന്ന ഒരാളാണ്. കാരണം ആ വിഷയത്തിനകത്ത് അടിസ്ഥാനം ഉന്നയിക്കത്തക്ക തെളിവുകൾ നൽകാൻ കഴിയില്ല. പക്ഷെ ഉന്നയിച്ച കാര്യങ്ങളോ മറ്റു വിഷയങ്ങളോ ഒന്നും ഞാൻ പറഞ്ഞത് ശരിയല്ല എന്ന് ഇന്ത്യയിലെ പലരും പറയില്ല എന്നുള്ള ഉറച്ച ബോധ്യവും എനിക്കുണ്ട്. എടാ, അങ്ങനെ നിനക്ക് വിശ്വാസമില്ല, നീ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. നിന്റെ അമ്മ പറഞ്ഞല്ലോ, മറ്റേ ഭാസ്കരൻ ചേട്ടനല്ല ഇന്ന ആളാണ്. അപ്പൊ നീ വിശ്വസിച്ചല്ലോ. നീ ഒരു മനുഷ്യന് 5 പൈസ നീ കൊടുക്കുവോ? നീ ആരെയെങ്കിലും സഹായിക്കുവോടാ? എടാ, നീ ഇവിടെ ഇതിനു മുമ്പ് വേറൊരു രാജ്യദ്രോഹം ചെയ്തായിരുന്നു. വയനാട്ടിൽ മണ്ണിടിഞ്ഞപ്പോൾ ചീഫ് മിനിസ്റ്റർ ഫണ്ടിന്റെ എതിരെ നീ സംസാരിച്ചതാ. എടാ, നിനക്ക് അങ്ങനെ വിശ്വാസം ഇല്ലെങ്കിൽ നീ അതിന്റെ പുറകെ അത് കഴിഞ്ഞു പോകണം. കേസ് കൊടുത്ത് അത് നിയമത്തിന്റെ മുന്നിലാ കൊണ്ടുവരേണ്ടത്. അല്ലാതെ കാറിനകത്ത് കയറിയിരുന്ന് ചുമ്മാ 2 വർത്താനം പറഞ്ഞ് ലക്കളക്ക അടിക്കുമ്പോഴത്തേക്ക് എന്താ നീ ചെയ്യുന്നത്? ജനങ്ങളിലേക്ക് മണ്ടത്തരങ്ങളല്ല, വ്യാകുലതകളും തെറ്റിദ്ധാരണകളും പരത്തുകയാണ് നീ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ നീ ചെയ്യുന്ന ഒരു വാക്കെന്ന് പറഞ്ഞാൽ, നീ ചെയ്യുന്ന ഈ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ പരത്തുക ജനങ്ങളിൽ. അതുകൊണ്ട് ആശങ്കകൾ ഉണ്ടാക്കുക. അതിന്റെ പുറകെ നീ പോകത്തില്ല. നീ എന്തേലും പറയും, തെറ്റിദ്ധാരണ ഉണ്ടാക്കും, ജനങ്ങളിലേക്ക് വ്യാപകമായി പരത്തും. എങ്ങനെ? സോഷ്യൽ മീഡിയ വഴി. നിന്നെ ചെയ്യേണ്ടത് ഒരു കാരണവശാലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത രീതിയിൽ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. കാര്യം നീ പാഷാണമല്ലടാ, നീ പാഷാണത്തിൽ കൃമിയാണ്. വേണമെങ്കിൽ POK തിരിച്ചു പിടിച്ച്, POK അല്ല, POK, പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ. നിമിഷം എനിക്ക് വൈകാരികമായി, എനിക്ക് മാനസികമായിട്ടുണ്ടായ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, നിനക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. കാര്യം എന്നാ? നിന്റെ ചിന്ത അങ്ങനെയാണ്, അഹങ്കാരം പിടിച്ച ചിന്തയാണ്. നീ എന്നാ ചെയ്യേണ്ടത്? കോട്ടാത്തല ജംഗ്ഷനിൽ പോയി നിന്ന് എന്തേലും വിളിച്ചു പറയുക, അതല്ലേ വേണ്ടത്. അല്ലാതെ നീ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് തിരക്കും പൊട്ടത്തരം വിളിച്ചു പറയാൻ പറ്റുമോ? നാളെയും നിന്നേക്കാളൊക്കെ എത്രയോ മുകളിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടിയിട്ടും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഭരണാധികാരി ചെയ്യുന്ന തെറ്റുകളെ എന്റെ ലാഭനഷ്ടങ്ങൾ നോക്കാതെ ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊണ്ടേയിരിക്കുന്നത്. എടാ, നിനക്ക് ലാഭനഷ്ടമല്ല, നിനക്ക് ലാഭം മാത്രം നീ മോഹിച്ചുകൊണ്ടാ. എടാ, ഭരണാധികാരികൾ ചെയ്യുന്ന കുറ്റത്തിൽ നിനക്ക് പങ്കു ചേരണമെങ്കിൽ നീ ആരെയെങ്കിലും ഒന്ന് സഹായിക്കണോടാ. നീ ഒരു മനുഷ്യർ 5 പൈസ കൊടുക്കാത്തത്, കൊടുക്കുന്നവരെ നേർവഴിക്ക് കാണിക്കാത്ത ചുമ്മാ തെറ്റുകൾ മാത്രം വിളിച്ചു പറയുന്ന ഒരുത്തരല്ലേ നീ. ജനങ്ങളിൽ ആശങ്ക ഉണ്ടാക്കുക.
തെറ്റുകൾ മാത്രം വിളിച്ചു പറയുക. എടാ, സത്യമാണെങ്കിൽ നീ അതിന്റെ പുറകെ പോയി സത്യസന്ധത തെളിയിക്കണം. അതല്ലാതെ കാറിനകത്ത് കയറി ഇരുന്ന് കൊണകൊണയടിക്ക് തെറ്റ് പറയുകയല്ല, എന്നിട്ട് ക്ഷമ ചോദിക്കുക. അതിനൊക്കെ വ്യക്തിത്വം അസ്തിത്വം വേണം. ഞാൻ നിലപാടെടുക്കുന്നത് എനിക്ക് ശരിയെന്ന് തോന്നുന്ന വിഷയങ്ങളിലാണ് ഞാൻ സംസാരിക്കുന്നത്. അവിടെയാണ് നിനക്ക് ചികിത്സ വേണ്ടത്. നിനക്ക് ശരിയെന്ന് തോന്നുന്നത് ഈ ലോകത്തിൽ തെറ്റാണെന്ന് നീ മനസ്സിലാക്കണം. കാര്യം, അഹങ്കാരത്തിന്റെ അങ്ങേ അറ്റം നിൽക്കുന്ന നിനക്ക് ശരിയെന്ന് തോന്നുന്നത് ഈ ലോകത്തിന് നാശമുണ്ടാക്കുന്ന കാര്യമേ ഉള്ളൂ, അല്ലെങ്കിൽ ഈ രാജ്യത്തിന് നാശമുണ്ടാക്കുന്ന കാര്യമേ ഉള്ളൂ. ഈ രാജ്യത്തിനെ ഒറ്റിക്കൊടുക്കുന്ന സ്വഭാവമാണ് നിനക്ക്. നിന്നെ രാജ്യദ്രോഹി എന്നല്ല പറയേണ്ടത്, ഇഹലോഹ പരനാറി എന്നാണ് പറയേണ്ടത്, അല്ലെ? നിങ്ങളോട് തോന്നിയ പരമപുച്ഛം, ഈ നാട്ടിൽ നിങ്ങളോട്, അതായത് ഇന്നലകളിൽ നീയൊക്കെയാണല്ലോ എന്നെ അനുകൂലിച്ചത് എന്ന് തോന്നിയിട്ടുള്ള പരമപുച്ഛം എനിക്ക് തോന്നിയ ഒരു നിമിഷം അതായിരുന്നു. ഇനിയും മരിക്കുന്നിടത്തോളം ഞാൻ നിങ്ങളെ എതിർത്തുകൊണ്ടേയിരിക്കും. താങ്ക് യു. ഇവനെ ഒരു തെറ്റുമില്ലാതെ നമുക്ക് വിളിക്കാം ജാരസ്ഖലനം എന്ന്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വർത്താനം ഇവൻ ബിഗ് ബോസ് കയറിയിട്ട് പറഞ്ഞെങ്കിൽ ആരേലും ഇവന് വോട്ട് ചെയ്യുവോ? ഇവൻ ഈ കാർമ വന്നിട്ട് ഈ പറയുന്ന മണ്ടത്തരം വിളിച്ചു പറയുവോ? എടാ, വന്ന വഴി മറക്കരുത്. നീ അഖിൽ കോട്ടാത്തലയിൽ നിന്നും അഖിൽ മാരാറായിട്ട് വരണമെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ നിന്നെ അംഗീകരിച്ചുകൊണ്ടാ. അംഗീകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞു കുഞ്ഞു വർത്താനവും നിന്റെ ചളിയും വളിച്ച ചളിയും പൊട്ടത്തരങ്ങളും ഒക്കെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും. ചില ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നീ അക്കാർമേ വന്നിരുന്ന് ഇത്രയും വൃത്തികേട് പറയുന്നത്. നീ ആദ്യം മനസ്സിലാക്കണം, നിനക്ക് അത്യന്തികമായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൗൺസിലിംഗും കൊണ്ട് ശരിയാകുന്ന കാര്യമല്ല. നീ ഒരു സൈക്യാട്രിക് ഡോക്ടറിനെ തന്നെ പോയി കാണണം. നിനക്ക് തന്നെ നീ നാശമായി മാറുകയാണ്. നിനക്ക് എത്രയും വേഗം ഒരു ചികിത്സാ സഹായം വേണ്ടി വരും. അത് നീ മനസ്സിലാക്കണം കോട്ടാത്തലേ.